ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശി നെലീന അബ്രഹാമിനെയാണ്. നെലീനയുടെ ആത്മീയ ജീവിതവും ശുശ്രൂഷകളും നമുക്ക് ഈ പ്രോഗ്രാമിലൂടെ കൂടുതൽ അടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് നെലീനയ്ക്കും കുടുംബത്തിനും സ്നേഹപൂർവ്വം സ്വാഗതം. നെലീനയുടെ ബാല്യകാലമെന്ന് ഓർത്തു പറയാമോ? ഞങ്ങൾ ജനിച്ചതും, അതായത് ഞാനും എൻ്റെ അനിയത്തിയും ജനിച്ചതും വളർന്നതും ഒക്കെ തിരുവനന്തപുരത്താണ്. എൻ്റെ പപ്പായുടെ വീട് ചെങ്ങന്നൂരും അമ്മയുടെ വീട് കരുനാഗപ്പള്ളി സൈഡിലാണ്. അപ്പോൾ രണ്ടുപേർക്കും ട്രിവാൻഡ്രത്ത് ജോലിയായിട്ട് പപ്പ യൂണിവേഴ്സിറ്റി ഓഫീസിലായിരുന്നു, മമ്മി PWDയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് സെറ്റിലായി. ഞങ്ങൾ പഠിച്ച സ്കൂള് നിർമ്മല ഭവൻ സ്കൂൾ എന്ന് പറയുന്ന കവടിയാറുള്ളൊരു സ്കൂളിലായിരുന്നു. ഗേൾസ് സ്കൂളായിരുന്നു. 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. പിന്നെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം സൺഡേ സ്കൂളിലായിരുന്നു ആദ്യകാലത്ത് പാട്ട് പാടാനുള്ള അവസരം ലഭിച്ചത്. അപ്പോൾ വീട്ടിലങ്ങനെ ആരും പാടത്തൊന്നുമില്ല, പക്ഷെ പാട്ടിനോട് ഇഷ്ടമുണ്ട്. അപ്പം ഞങ്ങൾ വീട്ടിൽ ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കാൻ കുറച്ച് നാൾ പോയിരുന്നു. അല്ലെങ്കിൽ ഒരു ചേച്ചിയെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ പഠിക്കുമായിരുന്നു. ഞാനും എൻ്റെ അനുജത്തിയും പാട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സൺഡേ സ്കൂളിൽ പോകുമ്പോഴൊക്കെയാണ് ഒത്തിരി പാടാനുള്ള അവസരങ്ങൾ ലഭിച്ചിരുന്നത്. അത് വളരെ സന്തോഷമായിരുന്നു. ഗ്രൂപ്പിലാണ് കൂടുതൽ കോൺഫിഡൻസ്, തന്നെ ഒറ്റയ്ക്ക് അങ്ങനെ പതിയും പാടാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബാല്യകാലം പോയത്. അനിയത്തിയെ കുറിച്ച് ഒന്ന് പറഞ്ഞോ? അനീറ്റ എന്നാണ് പേര്, അനീറ്റ എബ്രഹാം. അവളെ കെട്ടിച്ചത് ചിങ്ങവനത്താണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ ഒന്നിച്ച് എല്ലായിടവും പോവുകയും ഞങ്ങൾ ഒരേപോലത്തെ വേഷമൊക്കെ ഇട്ട് ഞങ്ങളെ ഒന്നിച്ച് സ്കൂളിൽ പോവുക, ഒന്നിച്ച് പള്ളിയിൽ പോവുക, അങ്ങനെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരു ആത്മീയത വന്നതെന്ന് പറഞ്ഞാൽ, ഒരു ആധ്യാത്മികമായ അന്തരീക്ഷം വന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് 6ാം ക്ലാസ്സിൽ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ ഫാദർ സ്കൂട്ടർ ഓടിച്ച് എൻ്റെ പുറകിലിരുന്നപ്പോൾ എൻ്റെ കാലിങ്ങനെ വീലിൻ്റെ ഇടയിലോട്ട് കയറിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആ ഒരു മുറിവ് 3 മാസം എടുത്തു ഹീൽ ചെയ്യാൻ. അപ്പം ആ ഒരു സമയമാണ് ഏറ്റവും കൂടുതൽ മമ്മിയും പ്രാർത്ഥനയ്ക്കൊക്കെ പോയി തുടങ്ങി, ഈശോയെ കൂടുതൽ വിളിച്ചു തുടങ്ങി. ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാനും വിശുദ്ധ കുർബാനയ്ക്ക് പ്രാധാന്യം കൊടുക്കാനൊക്കെ തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഈശോ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് കയറി വന്നതെന്ന് വേണമെങ്കിൽ പറയാം. വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ അനുഭവിച്ചറിഞ്ഞ് ഒരു സമയമുണ്ടല്ലോ, അങ്ങനെ നവീകരണത്തിലേക്ക് വന്ന ആ കാലഘട്ടം ഒന്ന് പറയാമോ? പ്രീ ഡിഗ്രി ഞാൻ വിമൻസ് കോളേജായിരുന്നു, അതൊരു ഗവൺമെൻറ് കോളേജാണല്ലോ. അപ്പം അവിടെ നമുക്ക് അതിനുള്ള ഒരു സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രീ ഡിഗ്രിക്ക് ഞാൻ മാത്സ് എടുത്ത സ്ട്രീമിലാണ് പോയതെങ്കിലും ഡിഗ്രിക്ക് വന്നപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, സാഹിത്യത്തിനോട് വളരെ താല്പര്യം തോന്നിയിട്ട് അങ്ങനെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു. അപ്പോൾ നമ്മുടെ ഓൾ സെയിൻസ് കോളേജ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ, അവിടെയാണ് പഠിക്കാൻ പോയത്. അവിടെ വെച്ചാണ് 1989 ഒരു ഫാദർ റൂഫസ് പെരേര, നമ്മുടെ ഡെലിവറൻസിൻ്റെ ഒക്കെ ഗിഫ്റ്റുള്ള എക്സോസിസം ചെയ്യുന്ന അച്ഛൻ, ആ വൈദികനാണ് ഞങ്ങളുടെ അവിടെ ആദ്യമായിട്ടൊരു ധ്യാനം വയ്ക്കുന്നത്. അപ്പോൾ ധ്യാനത്തിനൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ അവിടെ വെച്ചാണ് ഭയങ്കര ഒരു അനുഭവം ആയത്. അതായത് ഈശോ ജീവിക്കുന്നവനാണെന്നും നമ്മൾ വിളിച്ചാൽ കേൾക്കുന്ന ദൈവമാണെന്നും ഈശോയുടെ ഒരു തരുന്നൊരു ആനന്ദം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ യാതൊന്നിനും ഒരു വ്യക്തിക്കും നൽകാൻ സാധിക്കുകയില്ല എന്നും തിരിച്ചറിയുന്ന ഒരു നിമിഷങ്ങളായിരുന്നു ആ ഒരു ധ്യാനത്തിൽ സംഭവിച്ചത്. അതിൽ പിന്നെ ഞങ്ങൾ പിന്നെ കോളേജിൽ ക്യാമ്പസിൽ ആക്റ്റീവായി. ഞങ്ങളൊരു പ്രേ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ഓൾ സെയിൻസ് കോളേജിൽ, അതിൽ ആക്റ്റീവായി. പിന്നെ അല്ലാതെയും പ്രേ ഗ്രൂപ്പുകളുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ നിർമ്മല ഭവൻ സ്കൂളിലാണല്ലോ ഞാൻ പഠിച്ചത്. അപ്പം ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് അവിടെ പഠിച്ച കുറേ ഞങ്ങളുടെ ചേച്ചിമാരും എല്ലാം കൂടെ ഞങ്ങളൊരു പ്രേ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ അത് ഞായറാഴ്ച ദിവസം അങ്ങനെ ഒരു പ്രാർത്ഥന കൂട്ടായ്മ. അല്ലാതെ കോളേജിൽ നമ്മളെല്ലാ ബുധനാഴ്ചയും ഫാസ്റ്റിംഗ് എടുത്ത് ഒന്നിച്ചു കൂടും.
പിന്നെ എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ ഒന്നിച്ചുകൂടി, കാരണം അതിൻ്റെ ആ ഒരു മാധുര്യം നിവർന്നു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് എപ്പോഴും ഒന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഭക്ഷണം വേഗം വാരി കഴിച്ചിട്ട് ഓടി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞങ്ങൾ ഒന്നിച്ചുകൂടി എപ്പോഴും പ്രാർത്ഥനയും പാട്ടും. അപ്പോൾ അവിടെ അങ്ങനെ ഒരു നവീകരണ പ്രൈ ഗ്രൂപ്പ് ഇല്ലാതിരുന്നൊരു അവസരമായിരുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ അച്ഛൻ്റെ ധ്യാനത്തോടു കൂടി അങ്ങനെ ഒരു ചൈതന്യം അവിടെ വന്നു എന്ന് വേണം പറയാം. സിസ്റ്റേഴ്സൊക്കെ അതിനോട് സപ്പോർട്ടായി. അതുവരെയും സിസ്റ്റേഴ്സ് പബ്ലിക്കായിട്ടൊരു പ്രൈ ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. പക്ഷെ അതിനുശേഷം ഞങ്ങൾ എപ്പോഴും ഒന്നിച്ചു കൂടാനും. അപ്പം ഞായറാഴ്ച ദിവസം വരുമ്പം ഒരു വളർച്ചയുടെ ഒരു പ്രാർത്ഥന കൂട്ടായ്മയാണ് ഞായറാഴ്ചത്തെ ഞങ്ങളുടെ കൂട്ടായ്മ. അപ്പോൾ കോളേജും ഇതും രണ്ടും കൂടി ആയപ്പോഴേക്കും ആത്മീയമായിട്ട് ഒത്തിരി ഒരു ബലമായി. ഞാൻ നെല്ലിനെ കണ്ടുമുട്ടുന്നത് നമ്മൾ ജീസസ് യൂത്തിലൊക്കെ ഒന്നിച്ചുണ്ടായിരുന്ന കാലഘട്ടത്തിൽ. അപ്പം നമ്മൾക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയായിരിക്കണം എന്നത്. നെല്ലിനെയും മനുവിനെയും ആ പപ്പായും അമ്മയൊക്കെ ചേരുമ്പോഴേ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നെല്ലിനയുടെ മക്കളെല്ലാവരും വളരെ ആത്മീയമായിട്ട് ഒരു ശുശ്രൂഷ ചെയ്യുന്നവരും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. ആ നെല്ലിന എന്ന അമ്മ എങ്ങനെയാണ് ഈ മക്കളെ ഇന്ന് ഈ വിധത്തിൽ എത്തിച്ചത് ഒന്ന് ഷെയർ ചെയ്യാമോ? അത് നമ്മുടെ കഴിവല്ലല്ലോ, അത് നമ്മുടെ ആ യുവത്വത്തിലെ നിന്റെ സൃഷ്ടാവിനെ അറിയുക. അപ്പോൾ ആ ഒരു അറിവ് ലഭിച്ചു കഴിയുമ്പോൾ, ആ ഒരു അനുഭവം ഉണ്ടായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട മീൻ പോലെ ആയിപ്പോവും. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യ സമയത്ത് ബാംഗ്ലൂരായിരുന്നു. അവിടുന്ന് പിന്നെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയാണ് ഞാൻ നാട്ടിൽ വരുന്നത്. ആ സമയം പ്രീച്ചയ്ക്ക് മസ്കറ്റിലേക്ക്, പ്രദീപ് എന്നാണ് ഹസ്ബൻഡിൻ്റെ പേര്, പ്രീച്ച മസ്കറ്റിലേക്ക് ജോലിക്ക് പോയി. അങ്ങനെ കുഞ്ഞിന് 1 വയസ്സായപ്പോൾ ഞാനും അവളും കൂടെ പ്രീച്ചറുടെ അടുത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പം നമുക്കൊരു കൂട്ടായ്മയൊന്നും അവിടെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല ആദ്യകാലത്ത്. പിന്നെ അത് കഴിഞ്ഞ് അപ്പം നമ്മുടെ പേഴ്സണൽ പ്രെയറും ഈ ഒരു ഇതൊക്കെ ഉള്ളൂ, എന്താ വിശുദ്ധ കുർബാനയും നമ്മുടെ ഫാമിലി പ്രെയറും ഒക്കെ ഉള്ളൂ. പക്ഷേ ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഈശോയുടെ കൂടെ ഇരിക്കുമ്പം ഓരോ ഇങ്ങനെ ഗാനങ്ങളായിട്ടൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരും. ഈശോ വരികൾ തരും, അതിന് സംഗീതം തരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം മോളും അതുകൊണ്ട് പാടുമായിരുന്നു. അപ്പോൾ കൊച്ചിലെ തൊട്ടേ അവൾക്കും ഒരു വാസന കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞിനെ ഈശോ തന്നു, മോനായിരുന്നു. അപ്പോൾ 2 പേരായി. അങ്ങനെ കുഞ്ഞിനൊരു കൂട്ടായി അവരൊരുമിച്ച് പാട്ടിനോടുള്ള ഒരു ഇതൊക്കെ കാണിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞാണ് അപ്പോൾ ഈശോ തന്നൊരു സന്ദേശമായിരുന്നു കൂടുതൽ കുഞ്ഞുങ്ങളെ സ്വീകരിക്കണം എന്നുള്ളത്. അപ്പോൾ പ്രീച്ചയും അതിനോട് ഓപ്പൺ ആയിരുന്നു. അപ്പം ഞങ്ങൾ കണ്ടെത്തിയൊരു കാര്യം, അവിടെ നവീകരണത്തിൽ ഉള്ള ആരെയും നമുക്കങ്ങനെ കാണാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് ഒരു വേദനയുണ്ടായിരുന്നു. പക്ഷേ പ്രീച്ചയും ഇങ്ങനെ നവീകരണത്തിലൊന്നും വന്നിട്ടുള്ള ആളല്ല, പക്ഷെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് പാട്ടുപാടി. അപ്പം ആദ്യം തൊട്ടേ ഞാനൊരു ടാമ്പറിൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഫാമിലി പ്രെയറിൽ ഞാനിങ്ങനെ കൊട്ടും പാടും. അപ്പം പിള്ളേരെ കൊച്ചിലെ തൊട്ടേ ആ പാട്ടുകളെല്ലാം പഠിച്ചു. പിന്നെ ഒരു കാര്യം നിർബന്ധമായിട്ട് വെച്ചിരുന്നത്, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു സുവിശേഷ ഭാഗത്തിലെ ഏതെങ്കിലും ഒരു കഥ, അതായത് ഈശോ സ്പർശിച്ച ഒരു സംഭവം പറഞ്ഞാണ് ഇവരെ ഉറക്കിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഈ BEd ഒക്കെ പഠിക്കുമ്പം സബ് കോൺഷ്യസ് മൈൻഡിൽ കയറും നമ്മൾ പറയുന്ന കാര്യങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ്. അങ്ങനെ ഒരു നമ്മളിങ്ങനെ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഈശോയുടെ കഥ കേട്ട് വേണം കുഞ്ഞുങ്ങൾ ഉറങ്ങാനെന്നുള്ളത്. അപ്പം എന്ത് ജോലി ഉണ്ടെങ്കിലും അതിട്ടിട്ട് ഓടി വന്ന് അവരെ ഉറക്കാൻ നേരം ഫ്രീ ആവാൻ നോക്കുമായിരുന്നു. അപ്പം കുഞ്ഞുങ്ങളുടെ കൂടെ കിടന്ന് ആ കഥയൊക്കെ പറഞ്ഞായിരുന്നു അവരെ ഉറക്കുന്നത്. അപ്പോൾ ഈശോയുടെ പാട്ടുകൾ പാടും ഉറക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു ഇത് നമുക്ക് കർത്താവിൻ്റെ കൃപയുണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ കുഞ്ഞുണ്ടായപ്പം കുടുംബത്തിലൊക്കെ ഇച്ചിരി പ്രശ്നമായിരുന്നു. കാരണം 2-ൽ കൂടുതൽ പാടില്ല എന്നുള്ളൊരു ഇതായിരുന്നു. മസ്കറ്റിൽ ഒരാളെ പോലും നമ്മളങ്ങനെ കണ്ടില്ല, 2-ൽ കൂടുതൽ കുഞ്ഞുങ്ങളുള്ളത്. അപ്പം അതൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഈശോ തന്ന ഒരു സന്ദേശവും പിന്നെ ആ ഒരു കർത്താവിൻ്റെ ഒരു വലിയ ഒരിക്കലും പിൻവലിക്കാത്ത വലതുകരം ഇങ്ങനെ താങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ 3rd ബേബി എന്ന് പറഞ്ഞാൽ 3.75 ഉണ്ടായിരുന്നു. എനിക്ക് ഡെലിവറിയെ പറ്റി പറയേണ്ടി വരും. ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞപ്പോഴേ എൻ്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഇനി പ്രസവിക്കരുതെന്ന് പറഞ്ഞു. കാരണം എനിക്ക് ഹൈറ്റ് കുറവാണ്. അപ്പം കുഞ്ഞ് നോർമലായിട്ട് വന്നത് വഴിയായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ കുഞ്ഞ് അതിൻ്റെ പെരിനിയൽ ടയർ ആവുകയും അത് അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി പ്രസവിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഈശോയുടെ ഇഷ്ടം വേണോ ഡോക്ടറിൻ്റെ ഇഷ്ടം വേണോ എന്നുള്ളതായിരുന്നു എൻ്റെ മുമ്പിലത്തെ ചോദ്യം. അപ്പം ഞങ്ങൾ പ്രീച്ചായി ഞങ്ങളും കൂടെ ഒരുമിച്ച് തീരുമാനമെടുത്തു. നമ്മളെന്നും പ്രാർത്ഥിക്കുന്നു, എപ്പോഴും പ്രാർത്ഥിക്കുന്നതല്ലേ, സ്വർഗസ്നായ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണേ. അപ്പം സ്വർഗത്തിലെ പോലെ ഇഷ്ടം വരണമെങ്കിൽ അവിടുത്തെ ഇഷ്ടം നമ്മൾ ചെയ്യണം അല്ലേ, അതിന് എന്ത് വേദന കൊടുക്കണമെങ്കിലും ചെയ്യണമെന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ യുവത്വത്തിലെ ആ ഒരു സൃഷ്ടാവിനെ അറിഞ്ഞതിൻ്റെ ഒരു ബലത്തിൽ ആ ഒരു തീഷ്ണതയായിരുന്നു എന്തായാലും ഈശോയുടെ ഇഷ്ടം ചെയ്യണം എന്നുള്ള. അപ്പം
ബേബി കൂടുതൽ വരണം എന്നാണ്. അപ്പം മൂന്നാമത്തെ കുഞ്ഞായപ്പോൾ എല്ലാവരും എതിരാണെങ്കിലും നമുക്ക് ഭയങ്കര ഒരു കർത്താവിൻ്റെ ഒരു ആനന്ദവും ഒരു ബലവും ഉണ്ടായിരുന്നു. അവിടെയല്ലേ നമുക്ക് ആരുമില്ല, കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, പേരൻസോ സിസ്റ്ററോ ഒന്നും കൂടെ ഇല്ല. പക്ഷേ ആ സമയത്തൊക്കെയാണ് ദൈവത്തിൻ്റെ വലിയ കൃപ നമ്മൾ അനുഭവിച്ചത്. പിന്നെ ഒരു സെബാസ്റ്റ്യൻ മുണ്ടഞ്ചേരി അച്ഛൻ പഠിപ്പിച്ചൊരു 4 വരിയുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ട് വരും, കുഞ്ഞുങ്ങളെ എല്ലാവരും കൂടെ ബഹളോ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് ഈ ഒരു 4 വരി ഒന്ന് പാടുമായിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര ഒരു ശാന്തതയും മാലാഖമാരിറങ്ങി വന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ആനന്ദത്തിലാണ് നമ്മുടെ ജീവിതം പോയത്. മൂന്നാമത്തെ ഡെലിവറിക്ക് വേറെയും ഇച്ചിരി കോംപ്ലിക്കേഷൻ ഉണ്ടായത്. കുഞ്ഞ് 3.75 ഉണ്ടായിരുന്നു. അപ്പം കുഞ്ഞ് പുറത്തോട്ട് വരത്തില്ല. ഞങ്ങൾ അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച്, മസ്കറ്റ് ഗവൺമെൻറ്റിൻ്റെ റൂൾ അനുസരിച്ച് സിസേറിയൻ പാടില്ല. അപ്പോൾ നോർമൽ ഡെലിവറി ആക്കണം, കുഞ്ഞൊട്ട് വരുന്നുമില്ല. അങ്ങനെ ഒരു ഫിലിപ്പിനോ സിസ്റ്റർ വന്നാണ് നമ്മളെ പിന്നെ ഇങ്ങനെ അസിസ്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വരുമ്പം എൻ്റെ വലത് കാലങ്ങ് തളർന്നുപോയി, അരുക്ഷതമായിപ്പോയി. പക്ഷേ നമ്മളത് തിരിച്ചറിയുന്നില്ല. അവിടുത്തെ ആ ഒരു തണുപ്പ്, ഭയങ്കര AC റൂമിലല്ലേ, അപ്പം ആ ഒരു തണുപ്പ് കൊണ്ട് സംഭവിച്ചാന്നൊക്കെ വിചാരിച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിരുന്നു. 1 മാസം കഴിഞ്ഞിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഇല്ല, ഇങ്ങനെ തരിച്ചു നിൽക്കുന്ന പോലെ ഒരു അവസ്ഥയാണ്, ഒരു നമ്മായിട്ടുള്ള അവസ്ഥ. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അങ്കിള്, നമ്മുടെ ബ്രദർ ഓർത്തോപീഡിഷ്യൻ ആണ്, ഓർത്തോപെഡിക് സർജനാണ്. അപ്പം അമ്മാച്ചൻ അവിടുത്തെ ഡോക്ടറാണ്. അമ്മാച്ചൻ വന്നു, അമ്മാച്ചനും അമ്മായിയും കൂടെ വരുമ്പം ഇങ്ങനെ എൻ്റെ കാല് എടുത്ത് ഇങ്ങനെ പൊക്കിയൊക്കെ നോക്കിയിട്ട് പതുക്കെ ഫ്രിഡ്ജായ വെളിയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇത് മരണം വരെ ശരിയാവത്തില്ല, ഇത് ഇനി ഇങ്ങനെ തന്നെ ഇരിക്കത്തുള്ളൂ, ഇവളിങ്ങനെ എങ്ങനെയാ ഇനി മുന്നോട്ട് പോകുന്നത്, നമുക്കൊരു കേസ് ഫയൽ ചെയ്യാം ആശുപത്രിക്കെതിരായിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊട്ടും അത് സപ്പോർട്ട് ചെയ്തില്ല. കേസിനൊന്നും പോണ്ട, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അടുത്ത ദിവസം ഞാൻ പേഴ്സണൽ പ്രയർ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ആയിപ്പോയി എന്നുള്ളത് അറിയുന്നത്. അപ്പം ഞാൻ ഈശോടുത്ത് പറഞ്ഞു, ഈശോയെ 1.25 ഞാൻ 3 മക്കളെ വളർത്തണമല്ലേ എന്നൊക്കെ പറയുമ്പോഴാണ്, ഞങ്ങളുടെ അവിടെ ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, ഞങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനായിട്ടൊക്കെ ഓടിച്ചെല്ലുന്നത്, ഹൈദരാബാദുകാരിയാണ്. അപ്പോൾ ഹോമിയോ ഡോക്ടറിൻ്റെ മുഖം ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. അപ്പം ഞാൻ ഡോക്ടറിനെ വിളിച്ചു, ഡോക്ടറെ ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, വൈ ഡോണ്ട് യു കം ഓവർ എന്ന് ചോദിച്ചു. അപ്പം ഉടനെ ഞാൻ എൻ്റെ കസിനെ വിളിച്ച് എന്നെ ഒന്ന് ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അങ്ങനെ ചേച്ചി വന്ന് ചേച്ചി അച്ചാച്ചനും കൂടെ വന്ന് ഞങ്ങളെ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ ചെന്ന് ഡോക്ടർ നോക്കിയിട്ട് പറയുക, 70% പാരലൈസ്ഡ് ആണ്. ഇതും വെച്ചുകൊണ്ടാണോ നിലിനെ ഇരിക്കുന്നത്, എന്താ നേരത്തെ വരാൻ? ഞാൻ അറിഞ്ഞില്ല, മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഡോക്ടറിൻ്റെ മരുന്ന് വന്നു. അന്നേരം ഉണ്ടായ വേറൊരു ദൈവാനുഗ്രഹം എന്ന് പറയുന്നത്, ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പണ്ട് നവീകരണത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന, നാട്ടിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അവിടുത്തെ നോബിൾ എന്ന് പറയും, അവിടുത്തെ യൂത്ത് കൂട്ടായ്മയിൽ കോർഡിനേറ്ററാണ്. അതെങ്ങനെയാണ് അറിഞ്ഞതെന്ന് വെച്ചാൽ, അവരുടെ ഒരു മാഗസിൻ എൻ്റെ കയ്യിൽ കിട്ടും. ആ മാഗസിനകത്ത് കോർഡിനേറ്റർ നോബിൾ എന്ന് എഴുതിയിരിക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ വികാരി അച്ഛൻ്റെ നമ്പർ കിട്ടിയിട്ട് ഞാൻ അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇങ്ങനെ നോബിളാണ് എന്ന് പറയുമ്പോൾ നോബിളിൻ്റെ നമ്പർ തന്നു. അങ്ങനെ നോബിളിനെ വിളിക്കുമ്പോൾ വളരെ സന്തോഷമായി. നോബിൾ ഫാമിലിയായിട്ട് വന്നു. അങ്ങനെ ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകും. പിന്നെന്താ, നൈറ്റ് വിജിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അവിടെ. രാത്രി 10 മണിക്ക് തുടങ്ങിയ രാവിലെ വെളുപ്പിന് 5 മണി വരെയാണ് നൈറ്റ് വിജിൽ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളെ കൊണ്ടുപോകും. അപ്പോൾ അവിടെയും പാട്ടും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട്, അപ്പോൾ ആ ആരാധനയിൽ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഈശോയെ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ കാല് ഭയങ്കര, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീഴാൻ പോകുന്ന പോലെ, അപ്പം കുഞ്ഞിനെ എടുക്കാനും ഒന്നും പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ആണല്ലോ നമ്മുടെ ഒന്നാമത്തെ കാര്യം. അപ്പം ഇങ്ങനെ ആരാധനയിലിരിക്കുമ്പം ഇങ്ങനെ പതുക്കെ തള്ളവിരലിലൂടെ ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ ഒന്നും പറഞ്ഞൊന്നുമില്ല, ഞാൻ തിരിച്ചു വന്ന് മരുന്നും കഴിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ റെഡിയായി. അങ്ങനെ എനിക്കൊരു ഈശോ ഹീലിംഗ് തന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു മോളെ കൂടെ ദൈവം തന്നു. അപ്പം ആദ്യത്തേത് മോള് റൂത്ത് റിബേക്ക, രണ്ടാമത്തെ മോൻ ജോനത്തൻ എബ്രഹാം, മൂന്നാമത്തേത് ജോയൽ എബ്രഹാം, ലാസ്റ്റ് മോള് എസ്തർ സൂസൻ. അങ്ങനെ 2 ആണും 2 പെണ്ണും ഈശോയുടെ പ്ലാനിങ്ങിലാണ് കർത്താവ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ. 4മത്തെ ഉണ്ടായപ്പം ഞങ്ങളുടെ വേറൊരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു, മലയാളി. അപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഡോക്ടർ പറയുന്നത്, നിലിനയ്ക്ക് ഒട്ടും ആരോഗ്യമില്ല, ഈ കുഞ്ഞിനെ നമുക്കങ്ങ് നാട്ടിൽ കൊണ്ടുപോയി അങ്ങ് ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്, കാരണം നിലിനയുടെ ആരോഗ്യവും പോവും, കുഞ്ഞിനെ നമുക്ക് കിട്ടണം എന്നില്ല, അത്രയ്ക്കും വീക്കാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് സ്വപ്നത്തിൽ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പനിപ്രയിച്ച ഒരു കാരണവശാലും അത് അനുവദിക്കരുത്, കർത്താവല്ലേ കുഞ്ഞിനെ തരുന്നത്, ദാനമായി ദൈവത്തിൻ്റെ ദാനമാണല്ലോ മക്കള്, പിന്നെ നമ്മുടെ ആരോഗ്യവും വളർത്താനുള്ളതും എല്ലാം കർത്താവിൻ്റെ കാര്യങ്ങളിലല്ലേ, നമുക്കത് മുന്നോട്ട് പോകാൻ പ്രയിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ധൈര്യപ്പെട്ട് നമുക്കൊരു മോളെ കൂടെ ഈശോ തന്നു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നിലിന കുടുംബാംഗങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ?
ഇതാണ് പ്രദീപ് റിച്ച, എൻ്റെ ഹസ്ബൻഡ്. പിന്നെ ഞങ്ങൾക്ക് 4 മക്കളാണ് ഉള്ളത്. ഏറ്റവും മൂത്ത മോളാണ് റൂത്ത് റിബേക്ക, അവളെ റിയ എന്ന് വിളിക്കും. ജോനത്തൻ എബ്രഹാം ബാംഗ്ലൂരാണ്, ഡിലോയിറ്റിൽ. 3-മത്തെ മോനാണ്, അവൻ ബിടെക് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നു, ജോയൽ എബ്രഹാം. എസ്തർ സൂസൻ കോളേജ് ടൂറിലാണ്, ഗോവയിലൊക്കെ പോയിട്ട് എത്തിയിട്ടില്ല. ഇത് എൻ്റെ അമ്മ, വെള്ളയമ്പലത്താണ് താമസിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. കഴിവില്ലെനിക്കു കർത്താവേ, അങ്ങേ കൃപകൾ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിവില്ല, ഒന്നും ചെയ്യാൻ കഴിവില്ല. കഴിവില്ലെനിക്കു കർത്താവേ, അങ്ങേ കൃപകൾ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിവില്ല, ഒന്നും ചെയ്യാൻ കഴിവില്ല. നിലീന ഒരു അധ്യാപിക എന്ന നിലയിൽ ഈ കിട്ടിയ ആത്മീയ മൂല്യങ്ങളെ എങ്ങനെയാണ് കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നത്? മുമ്പേ പറഞ്ഞതിൻ്റെയും കുറച്ച് ഭാഗങ്ങളുണ്ട്. അതായത് മൂത്ത മോള് അങ്ങ് എഫിഷ്യൻ്റായി, അതായത് ഇളയ കുഞ്ഞുങ്ങളെ വളർത്താൻ നോക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അവൾ ആ ആദ്യ സമയത്തൊരു 4 വരി അവൾ എഴുതിയിട്ട് അതിനെ ട്യൂൺ ചെയ്ത് അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഞങ്ങൾ അവിടുത്തെ ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ പാടുകയും അത് ആക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആ സമയത്തൊന്നും ഞാൻ ജോലിക്ക് പോയിരുന്നില്ല, ടീച്ചറാണ്. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ എടുത്ത തീരുമാനമായിരുന്നു, കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് മാതാവാണ്, അല്ലെങ്കിൽ അമ്മ കൂടെ ഉണ്ടാവണം. നമ്മൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ഡേ കെയറിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊടുക്കുകയോ അല്ലെങ്കിൽ മെയ്ഡിനെ കൊണ്ട് നിർത്തുകയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ആത്മീയതയോ അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്കാരമായിരിക്കും കുഞ്ഞിന് ലഭിക്കുക. അപ്പോൾ ആദ്യ കാലങ്ങൾ അവരുടെ ഫോർമേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന 6 വയസ്സ് വരെ ആദ്യത്തെ ആ സമയത്ത് എന്തായാലും ജോലിക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ അത് കാരണം ഞാൻ ജോലിക്ക് പോയിരുന്നില്ല. പിന്നെ ഇളയ കുഞ്ഞിന് 2 വയസ്സായപ്പോഴേക്കും മൂത്ത മക്കളും ആയല്ലോ, അപ്പോൾ അവർ കുഞ്ഞിനെ കൂടെ നോക്കാറായി. അങ്ങനെ വരുമ്പോഴാണ് ഞാൻ ജോലിക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു ശുശ്രൂഷ എനിക്ക് ചെയ്യാൻ പറ്റിയത്, അവിടെ കൂടുതലും നേഴ്സുമാരാണ്, നമ്മുടെ അറിയാമല്ലോ ഗൾഫ് രാജ്യങ്ങളിൽ. അപ്പം അവരുടെയൊക്കെ ഹോസ്റ്റലിൽ പോയി, ആക്ച്വലി എൻ്റെ 4-മത്തെ ഡെലിവറിക്ക് ഒരാഴ്ച മുമ്പ് വരെ നമുക്കൊരു ശുശ്രൂഷ ചെയ്യാൻ പറ്റി. അപ്പം പോകുമ്പം ആക്ച്വലി ഹോസ്പിറ്റലിൽ പോകാനുള്ള ബാഗും കൂടെ എടുത്താണ് നമ്മൾ ശുശ്രൂഷ ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെ വെച്ച് അങ്ങനെ പ്രസവിച്ചാലോ എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ പൂർണ്ണ ഗർഭിണിയാണ്. അപ്പോൾ അങ്ങനെ പോയിട്ട് ചെയ്തതാണ് 4-മത്തെ കുഞ്ഞ്. അപ്പോൾ അവളുടെ ഒരു ചൈതന്യം കാണുമ്പോൾ ഞാൻ ഓർക്കും, തമ്പുരാനെ ഉള്ളിൽ വെച്ച് കിട്ടുന്നതൊക്കെ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ. എന്നിട്ട് ഒത്തിരി പേരുണ്ടല്ലോ ജോലി അവര് കുഞ്ഞുങ്ങളുടെ പേരിൽ അവർ ജോലി രാജിവെച്ചിട്ട് നാട്ടിൽ പോയവരുണ്ട്. അവിടെ തന്നെ ജോലി റിസൈൻ ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി, എന്ന് വെച്ചാൽ ആ ആദ്യ കാലത്ത് കൂടെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ വലിയൊരു പ്രവർത്തനമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ആ സമയത്ത് ജോലിക്ക് പോയിരുന്നില്ല. പിന്നെ ഞാൻ നാട്ടിൽ വന്നിട്ട് പിന്നെയാണ് വിസ കിട്ടി സീബ് സ്കൂളിലേക്ക്, അതായത് മസ്കറ്റിലെ തന്നെ വേറൊരു സ്കൂളിലേക്ക് ഞാൻ ജോലിക്ക് പോകുന്നത്. ആ സമയത്ത് എഴുതാൻ പറ്റിയതാണ് ഒരു PSC. ഒറ്റ PSC എഴുതിയുള്ളൂ, അത് ഈശോ തന്നു. അതും അവിടെയൊക്കെ ഞാൻ ഇതിൻ്റെ റിസൾട്ട് അറിയാൻ കുറേ താമസം ഉണ്ടായി, 3 വർഷം ഉണ്ടായി. ആ സമയത്ത് ഞാൻ മസ്കറ്റിലേക്ക് തിരിച്ചു പോയി. അപ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. പിന്നെ ഞാനും മക്കളും കൂടെ ഇങ്ങനെ തിരിച്ചു വന്നു. കാരണം കുഞ്ഞുങ്ങൾ അപ്പോഴേക്കും വലുതായി, മസ്കറ്റിലെ അവർക്ക് വളരാനുള്ളൊരു സാഹചര്യങ്ങൾ കുറവാണ്. ഇപ്പോൾ ആൺപിള്ളേർ 2 പേരുണ്ട്, അവരെ വീട്ടിൽ അടച്ചിടുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പം നാട്ടിൽ വന്നാൽ കളിക്കാൻ പറ്റുമല്ലോ, അങ്ങനെയൊക്കെ ഓർത്തിട്ട് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അങ്ങനെ നാട്ടിൽ വന്ന് സ്കൂളിൽ ജോയിൻ ചെയ്തു. അപ്പോഴൊക്കെ നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലതുണ്ടെങ്കിലേ നമ്മളത് പുറത്ത് കൊടുത്തിരിക്കും. അപ്പോൾ പല നമ്മുടെ കുഞ്ഞുങ്ങളുമായിട്ടും നമുക്ക് നേരിട്ട് പേഴ്സണലായിട്ട് ഇടപെടാനും അവരോട് പേഴ്സണലായിട്ട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ ഇടപെടാനും ഒക്കെ ഈശോ കൃപ ചെയ്തിട്ടുണ്ട്. Shepherd of my soul, I give you full control. Wherever you may lead, I will follow. I have made a choice to listen to your voice. Wherever you may lead, I will go. Be it in a quiet pastures or by a gentle stream,
The shepherd of my soul is by my side. Should I face a mighty mountain or a valley dark and deep, the shepherd of my soul will be my guide. Shepherd of my soul, I give you full control. Wherever you may lead, I will follow. I have made a choice to listen to your voice. Wherever you may lead, I will go. Be it in a quiet pastures or by a gentle stream, the shepherd of my soul is by my side. Should I face a mighty mountain or a valley dark and deep, the shepherd of my soul will be my guide. നിലിന ഇപ്പോൾ എന്തൊക്കെ ശുശ്രൂഷകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഗവൺമെൻറ് ജോലി കയറി. അപ്പോൾ അവിടെ നമുക്ക് പ്രത്യക്ഷത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുക എന്നുള്ളതാണ്, നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ വിളിച്ചുകൊണ്ട് പോകുക എന്നുള്ളതാണ് ക്ലാസ്സുകളിൽ. പിന്നെ ശുശ്രൂഷകളായിട്ട് പറയുമ്പം പഴയ ജേവായി, ട്രിവാൻഡ്രം ജേവായി ഓൾഡ് ടൈമേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങി. കോവിഡ് സമയത്തൊക്കെ ഞങ്ങൾ ഗ്രൂപ്പിൽ വളരെ ആക്റ്റീവായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഒരു 80 പേരോളം ഉണ്ട് ആ ഗ്രൂപ്പിൽ, ലോകത്തെ പല ഭാഗത്തായിട്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഉള്ളവർ, അതിനകത്തെ അഡ്മിൻസ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിൻ്റെ അഡ്മിൻസ് എല്ലാവരും കൂടെ ഞങ്ങൾ വളരെ ക്ലോസ്ഡ് ആയിട്ട് ഒന്നിച്ചുകൂടി ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കുകയും. അപ്പം അതിനകത്തെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കോർഡിനേറ്ററാണ് ഞാൻ. ഞങ്ങൾ 3 പേരുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പം അതിനകത്താണ് കർത്താവിൻ്റെ ഹിതം ആരായുന്നത്. അതനുസരിച്ച് ഞങ്ങൾ എല്ലാ സെക്കൻഡ് സൺഡേ ഒരു ഗൂഗിൾ മീറ്റ് വെച്ച് എവിടെ ഇരുന്നാലും അവർക്ക് പങ്കെടുക്കാം. ആ രീതിയിലുള്ള ഒരു 8:30 തൊട്ട് 10-10:15 വരെ ഒരു പ്രോഗ്രാമായിട്ട് ജപമാല തുടങ്ങി ഒരു സെഷൻ ഉണ്ടാവും, എന്തെങ്കിലും പങ്കുവയ്ക്കലുണ്ടാവും, മധ്യസ്ഥ പ്രാർത്ഥന, ആരാധന, ആ രീതിയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ എല്ലാ 3-ാം ശനിയാഴ്ചയും ഞങ്ങൾ നൈറ്റ് വിജിൽ കൂടുന്നുണ്ട്. അത് കഴക്കൂട്ടത്തൊരു ഞങ്ങൾക്കൊരു ചാപ്പിൽ കിട്ടിയിട്ടുണ്ട്, ഒരു സെബിനച്ചനും ജേക്കബച്ചനും ഒക്കെ ആയിട്ട്. അപ്പം അവിടെ ഞങ്ങൾ പോയിട്ട് രാത്രി 8:30 തുടങ്ങിയ രാത്രി 12 മണിയുടെ വിശുദ്ധ കുർബാനയോട് കൂടിയാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ 2 മണിയാവും. അതും വളരെ അനുഗ്രഹമാണ്. അത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് ഞങ്ങൾ നൈറ്റ് വിജിൽ ആരംഭിച്ചത്. പിന്നെ മാസത്തിലൊരിക്കൽ ഒരു ഔട്ട്റീച്ച് പോവും, അതായത് ഓർഫനേജ്, ഓൾഡ് ഏജ് ഹോമോ, അങ്ങനെയൊക്കെ. അത് ജേവായിയുടെ ഒരു കൂട്ടായ്മ. അതിനകത്ത് തന്നെ ഞങ്ങൾക്ക് അമ്മയോടൊപ്പം ജഹോവ ജേറ എന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടായ്മകൾ, സബ് വിഭാഗങ്ങളുണ്ട്. അല്ലാതെ ഏഞ്ചൽസ് ആർമി എന്ന് പറഞ്ഞ കുഞ്ഞുങ്ങളുടെ ഒരു മിനിസ്ട്രി ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് സ്ക്രിപ്ചർ സ്കൂൾ പഠിപ്പിക്കാൻ കോവിഡ് സമയത്ത് ഞാനും കയറി. കുഞ്ഞുങ്ങളും പെൺകുട്ടികളും, നമ്മുടെ റൂത്ത് റിബേക്കയും എസ്തർ സൂസനും അതിനകത്ത് ടീച്ചേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിലുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഒരു പേരൻസ് ഗ്രൂപ്പാണ് ഹെവൻലി ഹോസ്റ്റ് എന്ന് പറഞ്ഞത്. അതുമൊക്കെ ഈ ഓൺലൈനാണ്. അപ്പം നമ്മൾ കൂടുതലും ഓൺലൈൻ. അപ്പോൾ എനിക്കും യാത്ര ചെയ്യണ്ടല്ലോ. അപ്പോൾ ഹെവൻലി ഹോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരൻസ് ഗ്രൂപ്പിൻ്റെ കോർ ഗ്രൂപ്പിലുണ്ട്. അപ്പം ഞങ്ങൾ അത് ഒരുമിച്ച് കൂടി എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഈശോ അടുത്ത് ചോദിച്ചിട്ട് അതനുസരിച്ച് ആ പേരൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ ക്രൈസ്റ്റ് കൾച്ചർ എന്ന് പറഞ്ഞ റെജി കൊട്ടാരം ബ്രദറിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട്. അത് ഓൺലൈനായിട്ട് നമ്മൾ കോവിഡ് സമയത്ത് ബൈബിൾ സ്റ്റഡി ഒക്കെ ആയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ധ്യാനം ഇപ്പോൾ ഫെബ്രുവരിയിൽ വരുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങളിപ്പം ഒരുങ്ങും, പ്രാർത്ഥനയും പ്രിപ്പറേഷനാണ്. പിന്നെ ഒരു അൺബൗണ്ട് ശുശ്രൂഷയുണ്ട്. അതെന്ന് പറഞ്ഞാൽ നീൽ ലൊസാനോ എന്ന് പറയുന്ന ആളുടെ ഒരു അൺബൗണ്ട് എന്ന് പറഞ്ഞൊരു പുസ്തകം, ബന്ധിതർക്ക് മോചനം, അതാണ് മലയാളം. അതിൻ്റെ ബേസിസിൽ ഒരു ബുക്ക് സ്റ്റഡി നടത്തും. എന്നിട്ട് അതിനെ തുടർന്ന് നമ്മൾ അതിനകത്തൊരു 5 കീസ് ഉപയോഗിച്ച്, 5 താക്കോലുകൾ ഉപയോഗിച്ച് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു തുറവി ലഭിക്കുകയും അതിൽ നമുക്ക് വന്നുപോയ പിഴവുകൾ, പാപങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് കയറിയ ആ ഒരു തിന്മയുടെ ശക്തിയെ നമ്മൾ തന്നെ ഉറക്കെ യേശുനാമത്തിൽ അതിനെ പുറത്താക്കുകയും അങ്ങനെ ഒരു കൃപ സ്വീകരിച്ച് ദൈവപിതാവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ് അങ്ങനെ ഒരു സമൂഹത്തിൽ നന്മ ചെയ്യാനും ദൈവനാമത്വത്തിനായിട്ട് ജീവിക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു തീരുമാനം അത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം. അപ്പം അങ്ങനെ ഒരു ശുശ്രൂഷയുടെ ഇൻറ്റർസെസറായിട്ട്, അതായത് മധ്യസ്ഥ പ്രാർത്ഥന, അതിൻ്റെ അകത്ത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയാൻ നമ്മൾ മിണ്ടാതെ ഫുൾ ടൈം ആ ഒരു ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈശോയും ആ വ്യക്തിയും
പറയാൻ വന്ന ആളും, അങ്ങനെ 3 പേരാണ് അവിടെ ഉള്ളത്. അപ്പം അവിടെ നമ്മൾ അവിടെ ഇരുന്ന ഈ വ്യക്തിക്ക് ഓരോ കാര്യം പറയുമ്പോഴും അത് നമ്മൾ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അപ്പോൾ ആ വ്യക്തിയിലൂടെ കർത്താവ് ഇടപെടുന്നതും ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് ഈ വന്നിരിക്കുന്ന ആൾക്ക് തുറവി കൊടുക്കുന്നു. അവിടെ ആ ഒരു വിടുതൽ ലഭിക്കുന്നു. ദൈവപിതാവിന്റെ സ്നേഹത്താൽ ആ വ്യക്തി നിറയുന്നു. അത് കാണാനായിട്ടുള്ളൊരു അവസരം ഈശോ നൽകുന്നത്. ഈ ഒരു കാലഘട്ടത്തിന്റെ ശുശ്രൂഷകൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ ശുശ്രൂഷകൾ. ജീവിതത്തിലുണ്ടായ ഒരു ദൈവാനുഭവം പങ്കുവെക്കാമോ? ദൈവാനുഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ദിവസവും ഒരു ദൈവാനുഭവത്തിന്റെ ഒരു ഘോഷയാത്രയാണല്ലോ അല്ലെ. അപ്പോൾ എനിക്ക് പ്രത്യേകമായിട്ട് ഓർക്കുന്നത് 3ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയ സമയത്ത്, അതായത് അവനെ ഡെലിവറി ചെയ്യേണ്ട സമയമാവുന്നു. അന്ന് ഞാൻ ജോലിക്ക് പോകുന്നില്ല. അപ്പം മസ്കറ്റിൽ ഒരാളുടെ ശമ്പളത്തിൽ 2 കുഞ്ഞുങ്ങൾ ഒരാൾ വയറ്റിലാക്കി ആയപ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞിനെ പുറത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ഒത്തിരി പൈസയാവും എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ടൈറ്റായിരിക്കും കേട്ടോ എന്നൊക്കെ വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉടനെ ഈശോ എടുത്ത് പറഞ്ഞു, കർത്താവേ നീ ഏറ്റെടുക്കണം, നിൻ്റെ ദാനമാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവിടുന്ന് തന്നെ ഏറ്റെടുക്കണം എന്ന് പ്രത്യേകമായിട്ടൊരു പ്രാർത്ഥന. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും മുമ്പേ പറഞ്ഞില്ലേ, അമ്മാച്ചനും അമ്മായിയും കൂടെ ഞങ്ങളുടെ വീട്ടിൽ വരുവാണ്. അപ്പോൾ വന്നിട്ട് നിങ്ങൾക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു കവർ ഏൽപ്പിച്ചിട്ട് പോയി. ഒരിക്കലും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആ സമയത്തിന് ആവശ്യമായ ആ ഒരു തുക അതിനകത്തുണ്ട്. മണി റിയാൽസ് ആയിട്ട് കർത്താവ് കൊണ്ട് തന്നു. അത് പ്രത്യേകമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നു. കാരണം ദൈവത്തിന്റെ ദാനത്തെ സ്വീകരിക്കുമ്പം പിന്നെ ആരുടെ ഉത്തരവാദിത്വം അത് തമ്പുരാന്റെ ഉത്തരവാദിത്വമല്ലേ. അപ്പം ചേച്ചി എന്ത് രസമായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മളെ ഈശോ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഓർക്കുമ്പോഴേ നമ്മള് മടി കാണിക്കുന്നതാണ് ഒരു പ്രശ്നമായിട്ടുള്ളത്. അല്ലാതെ ഒരു പ്രശ്നവും നമ്മുടെ ദൈവത്തിന്റെ മുമ്പാകെ നമുക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ രക്ഷയുടെ ആനന്ദം അനുഭവിച്ചറിയുവാൻ ദൈവം ഈ കുടുംബത്തിലെ എല്ലാവർക്കും അവസരം തന്നു. കർത്താവ് വളർത്തിയെടുത്ത ഈ കുടുംബത്തെ ഓർത്ത് ആദ്യം ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് നിങ്ങൾക്ക് നന്ദി പറയുന്നു. നാം ഈ സമയം ഇത്രയും നിലീനയെ ശ്രവിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുവാൻ ആഗ്രഹിച്ച നിലീനയെ ദൈവം എത്രമാത്രം ജീവിതത്തിൽ ഉയർത്തിയെന്നും നെലീനയുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിലെല്ലാം ദൈവം കൂടെ ഉണ്ടായിരുന്നുവെന്നും നാം ഈ പ്രോഗ്രാമിലൂടെ കണ്ടു കഴിഞ്ഞു. ഈ ജീവിതം എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. മറ്റൊരു വ്യക്തിയുടെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.